അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 144. രാവിലെ എഴുന്നേറ്റ സമയം തൊട്ട് മീനുവിന്റെ കണ്ണുകൾ ഗേറ്റിന്റെ ഭാഗത്തേക്കാണ്. അവിടെ ഒരനക്കവുമില്ലാന്ന് കാണുമ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പെണ്ണ് അകത്തേക്ക് തന്നെ കയറിപ്പോവും. കുറെ നേരമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. വ്യാസിനെ നോക്കിയുള്ള നിൽപ്പാണതെന്ന് അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന ചിന്തയിലാണ് അഗ്നി, അപ്പുവും മോഹനും ചിത്തുവുമെല്ലാം. അഗ്നി ഓഫീസിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. വ്യാസിനോട് ഇന്നലെ തന്നെ ഫോൺ വിളിച്ച് മീനു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അഗ്നി. ആ, അതിനെനിക്ക് എന്തു വേണമെന്നായിരുന്നു അവന്റെ മറുപടി. അങ്ങനെയൊക്കെ പറഞ്ഞാലും മീനു വന്നിട്ടുണ്ടെന്നറിഞ്ഞ അവൻ ഇങ്ങോട്ട് ഓടി വരുമെന്ന് അഗ്നിക്കും അറിയാം. മീനു മുഖം വീർപ്പിച്ച് സോഫയിൽ വന്നിരുന്നു. അത്രയും നേരം അവളെ വീക്ഷിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സോഫയിൽ ഇരിക്കുകയായിരുന്ന ജ്വാലയും പൊന്നു അവളെ കുറുമ്പോടെ നോക്കുന്നുണ്ട്. എന്താ? അവരുടെ കുറുമ്പ് പിടിച്ച മുഖം കണ്ട് മീനു മുഖം വീർപ്പിച്ചു. ജ്വാലയും പൊന്നു ഒരുപോലെ ചുമലനക്കി. അവൾ ഇരുവരെയും നോക്കി കനപ്പിച്ചൊന്ന് മൂളി. ജ്വാല ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പിന്റെ അങ്ങോട്ടും നോക്കുന്നുണ്ട്. അഗ്നി റൂമിൽ നിന്നും ഇതുവരെ താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല. രാവിലെ എണീറ്റപ്പോ തൊട്ട് ഒരു ഉമ്മ തരുമെന്ന് ചോദിച്ച് കൊഞ്ചിക്കൊണ്ട് നടക്കുക ചെക്കൻ. വേണമെങ്കിൽ ഉമ്മ വെച്ചൂടെ? ഇത് ഞാൻ തന്നെ കൊടുക്കണം പോലും, അതും കുറേ നേരം വേണമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞാ എനിക്ക് നാണം വരൂലേ? അല്ലാത്തപ്പോ ഞാൻ കൊടുക്കാറുണ്ടല്ലോ. ജ്വാല വിരല് കടിച്ചുകൊണ്ട് ആലോചിച്ചു. എടി ഏട്ടത്തി, ഏട്ടൻ എവിടെ? ഏട്ടൻ ഇന്നില്ലേ ഓഫീസിലേക്ക്? മുകളിലെ തന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അപ്പു ജ്വാലയോട് ചോദിച്ചു. ഒപ്പം മീനുവിന്റെ അടുത്തായി വന്നിരുന്ന് ഷർട്ടിന്റെ കൈയിന്റെ സ്ലീവ് മടക്കി വെക്കാനും തുടങ്ങി. റെഡിയാവുന്നുണ്ടായിരുന്നു, ഇപ്പം വരൂ അരവേട്ട. ജ്വാല പറഞ്ഞതും അപ്പു ശരിയെന്ന പോലെ തലയാട്ടി ജ്വാലയ്ക്ക് അടുത്തായി ഇരുന്ന് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന പൊന്നൂനെ നോക്കി പുരികമുയർത്തി. അവൾ അവനെ നോക്കി കണ്ണിറുക്കി. അപ്പു പതറി. എന്റെ മഹാദേവ, ഇതിന് ഓരോ സമയം ഓരോ സ്വഭാവമാണല്ലോ. ഇന്നലെ എന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ആകെ വെപ്രാളപ്പെട്ട പെണ്ണ, ഇന്നിപ്പതേ കണ്ണിറുക്കുന്നു. ആഹാ, അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. അപ്പു അവളെ വല്ലാത്ത ഭാവത്തോടെ നോക്കിക്കൊണ്ട് പതിയെ ഷർട്ടിന്റെ 2 ബട്ടൺ അഴിച്ചു. അത് കണ്ട് പൊന്നു ഞെട്ടി. അവള് വെപ്രാളത്തോടെ ജ്വാലയും മീനുവിനെ നോക്കിയപ്പോ ജ്വാലയുടെ കണ്ണ് സ്റ്റെപ്പിനടുത്താണ്. മീനു ആണെങ്കിൽ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് തലതാഴ്ത്തി ഇരിക്കുന്നുണ്ട്. പൊന്നു വീണ്ടും അപ്പുവിനെ ഇടങ്ങണ്ടിട്ട് നോക്കി. അപ്പോഴേക്കും അവൻ ഷർട്ടിന്റെ ബട്ടണെല്ലാം തിരികെ ഇട്ടിരുന്നു. പൊന്നുവിന്റെ കണ്ണ് തള്ളി. ഇനി ഞാൻ സ്വപ്നം വല്ലതും കണ്ടതാണോ? അപ്പേട്ട ഷർട്ട് അഴിച്ചായിരുന്നല്ലോ. അവൾ ആലോചിച്ചു. എന്താടി നാഗവല്ലി, നീ എന്നെ എങ്ങനെ നോക്കുന്നേ? അപ്പു അവളോട് ഗൗരവത്തോടെ ചോദിച്ചു. അപ്പേട്ടനെന്ന് കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട്, അവള് ചിരിയോടെ പറഞ്ഞു. അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. പക്ഷെ നിന്നെ കാണാൻ ഒരു പേക്കോലായിട്ടുണ്ട്. നിനക്ക് രാവിലെ കുളിക്കുന്ന ശീലമൊന്നുമില്ലേ? അവൻ അവളെ കളിയാക്കി. ജ്വാല ഇരുവരെ നോക്കി ചിരി ഒതുക്കുന്നുണ്ട്. പൊന്നു അപ്പുവിനെ പല്ലുകടിച്ചു നോക്കി. പിന്നെ ഞാൻ രാവിലെ തന്നെ കുളിച്ചതാ. എന്റെ കുളി പക്ഷെ എല്ലാരെയും കാണിച്ചില്ലാന്ന് മാത്രം. അവൾ അവനെ പുച്ഛിച്ചു. അപ്പുവിന്റെ മുഖം വിളറിപ്പോയി. അവൻ അവളെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ പൊന്നു? നമ്മളൊക്കെ എന്താ പിന്നെ എല്ലാരെയും കാണിച്ചുകൊണ്ടാണോ കുളിക്കുന്നേ? ഇല്ല അരവേട്ട. പൊന്നുവിനെ നോക്കി കളിയാക്കിക്കൊണ്ട് ജ്വാല അപ്പുവിനോട് പറഞ്ഞു. അപ്പു മറുപടി പറയാതെ അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും പക്ഷേ ആ ചിരി ഇളിയായി പോവുകയാണ് ചെയ്തത്. പൊന്നുവിന് അവന്റെ മുഖം കണ്ട് പാവം തോന്നി. അപ്പു അവളിൽ നിന്ന് കലിയോടെ മുഖം വെട്ടിച്ചു. അല്ലടി ഏട്ടത്തി, സൗപർണിക എവിടെ? ഇതുവരെ കണ്ടില്ലല്ലോ. പൊന്നുവിനെ ഒന്ന് പാളി നോക്കി അപ്പു ജ്വാലയോട് ചോദിച്ചു. പൊന്നുവിന്റെ കവിൾ കുത്തി വീർത്തു. അത് സൗബി എണീറ്റില്ല അരവേട്ടാ. എണീറ്റില്ലേ? സമയം 8:30 ആവാറായല്ലോ. അപ്പു അമ്പരന്നു. അതിനെന്താ, അവള് തറവാട്ടിലും അങ്ങനെ തന്നെ, പൊന്നു പറഞ്ഞു. ഓ, അപ്പുവിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അല്ല, അപ്പേട്ടൻ എന്തിനാ സൗബി അന്വേഷിക്കുന്നേ? എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ? പൊന്നു അവനോട് ആർദ്രമായി ചോദിച്ചു. അവളോടൊരു കാര്യം പറയാനായിരുന്നു. അത് നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പു ചുണ്ടുകൊട്ടി. എന്താ ഇത്ര പറയാൻ? പൊന്നു കവിള് വീർപ്പിച്ചു. അവളെ നോക്കുന്ന അപ്പുവിന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കം നിറഞ്ഞു. അതോ, എനിക്ക് അവളെ ഇഷ്ടാണെന്ന്. എന്തേ? അപ്പു പുച്ഛിച്ചു. അപ്പേട്ടാ, പൊന്നു അലറി. അപ്പവും പൊന്നും മീനു, എന്തിനേറെ കിച്ചണിലായിരുന്ന ചിത്തുവും റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന മോഹൻ പോലും ഞെട്ടിപ്പോയി. എന്താടി? ജ്വാല അവളുടെ തോളിലടിച്ചു. പൊന്നു ഞെട്ടി. അവൾ ചുറ്റുമൊന്ന് നോക്കി. എന്റെ കണ്ണാ, എല്ലാരും നോക്കുന്നുണ്ടല്ലോ. അവൾ ആകെ വല്ലാതായി. ഓ പിന്നെ, അതിനിപ്പോ എന്താ? അവൾ മനസ്സിൽ പറഞ്ഞു. പൊന്നു, ജ്വാല വീണ്ടും വിളിച്ചു. പൊന്നു പെട്ടെന്ന് മോഹന്റെ അടുത്തേക്ക് പോയി അയാളുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അപ്പോഴേക്കും കിച്ചണിൽ നിന്നും ചിത്തു ഇറങ്ങി വന്നിരുന്നു. അപ്പു ഇവളിത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാവാതെ അവളെ നോക്കി ഇരിക്കുകയാണ്. അച്ഛാ, എനിക്ക് അപ്പേട്ടനെ വിവാഹം കഴിക്കണം, അവൾ മോഹനോട് പറഞ്ഞു. അപ്പു വാ പൊളിച്ച് അവളെ നോക്കി. ബാക്കിയുള്ളവരുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. മോഹൻ അവളെ നോക്കിയൊന്ന് നിശ്വസിച്ചു പോയി. അച്ഛന്റെ പൊന്നുമോളിപ്പോ എന്താ പറഞ്ഞേ? മോഹൻ ചോദിച്ചു. അച്ഛന് ഞാൻ പറഞ്ഞത് കേട്ടൂടെ? എനിക്കിതേ ആ മനുഷ്യനെ വേണോന്ന്, അവൾ അപ്പുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആദ്യത്തെ അമ്പരപ്പ് മാറിയതും അപ്പുവിന് അവളുടെ പറച്ചിൽ കേട്ട് ചിരി വന്നു പോയി. എങ്കിലും അതിനെ മറച്ചു പിടിച്ചവൻ അവൾക്ക് മുന്നിലായി വന്നു നിന്നു. അച്ഛാ,
പൊന്നു വീണ്ടും വിളിച്ചു. എന്റെ പൊന്നു മോളെ, നിനക്ക് അവനെ വേണമെങ്കിൽ ഇതേ നിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു, നീ എടുത്തോ, ഇവിടെ ഞങ്ങൾക്കാർക്കും ഒരു എതിർപ്പുമില്ല. കിച്ചണിലേക്ക് തിരികെ നടക്കുന്നതിനിടയിലായി ചിത്തിര പറഞ്ഞു, അമ്മേ നിങ്ങൾക്കൊക്കെ ഇതെന്താ, എനിക്കെന്തിനീ നാഗവല്ലിയെ? അപ്പു കലിപ്പായി. ചിത്തിര ചിരിയോടെ അവനെ ഒന്ന് നോക്കി കിച്ചണിലേക്ക് പോയി. അച്ഛനെന്ത് പറയുന്നു? പൊന്നു മോഹനോട് ചോദിച്ചു. അതിപ്പോ ചിത്തു പറഞ്ഞതുപോലെ നീ എടുത്തോ പെണ്ണെ ഇവനെ, അല്ലേലും നിങ്ങൾ രണ്ടും ചേരും. മോഹൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അച്ഛാ നിർത്തുന്നുണ്ടോന്ന്? പിന്നെ ഇവളെക്കാ ഭേദം എന്നാ ആ സൗപർണികയാ, എനിക്കൊന്നും വേണ്ട ഈ കുരിപ്പിനെ. അപ്പു പൊന്നുവിന്റെ തലക്കിട്ടൊന്ന് കിഴുക്കി. പൊന്നു പെട്ടെന്ന് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. അയ്യോ പൊന്നു! ജ്വാലയും മീനു അവളെ ഒരുപോലെ വിളിച്ചു. അപ്പു കൈ ഉയർത്തി ഇരുവരെയും തടഞ്ഞു. പൊന്നുവിലേക്ക് മാത്രം നോട്ടം എയ്തു. എടോ അപ്പേട്ടാ, താൻ ഇന്നിവിടെ സൗബിയുടെ പേര് പറയുന്ന ഞാൻ കേട്ടാലുണ്ടല്ലോ, തന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അല്ല ഞാൻ ഇവിടെ പാട്ടാക്കും. തമാശയ്ക്കാണെങ്കിൽ പോലും ഇനി സൗബി ഇഷ്ടാണെന്ന് പറഞ്ഞാ കൊല്ലും ഞാൻ. അവൾ അവനെ നോക്കി പല്ലിരുമ്മി. അപ്പുവിന്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് നീണ്ടു. പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൻ ആ കൈ താഴ്ത്തിവെച്ച് അവളിൽ നിന്ന് അകന്നു മാറി. അപ്പോഴും കൂർപ്പിച്ച് നോക്കുന്നുണ്ട് പെണ്ണ്. ദേ ദേ ചൈതന്യ, വല്ലാതെ ഓവറാവല്ലേ, നീ എന്തൊക്കെയാ പറയുന്നേ? നിന്റെ വാശി എന്നോട് വേണ്ട. അപ്പു പറഞ്ഞു. വാശിയൊന്നല്ല, എനിക്ക് ശരിക്കും അപ്പേട്ടന് ഇഷ്ടായിട്ടാ. അവള് കണ്ണു നിറച്ചു. അപ്പു ഒന്ന് ഞെട്ടി. ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം. പക്ഷേ അത് പുറത്ത് കാണിക്കാൻ അവൻ മുതിർന്നില്ല. ആ സന്തോഷം മറച്ചുവെച്ച് അവൻ അവളെ പുച്ഛിച്ചു. പിന്നെ ഇഷ്ടം എന്ത് കണ്ടിട്ട്? ഒന്ന് പോയ പെണ്ണെ നീ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അപ്പു എടുത്തടിച്ചതുപോലെ പറഞ്ഞു. ഇഷ്ടപ്പെടുത്തിക്കോളാം ഞാൻ. പിന്നെ എന്ത് കണ്ടിട്ട് ഇഷ്ടായെന്നൊക്കെ ചോദിച്ചാ, ഒരു കാര്യം കണ്ടിട്ട് തന്നെയാ എനിക്ക് ഇഷ്ടായേ. അത് അപ്പേട്ടന് അറിയില്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? അവളിൽ പെട്ടെന്ന് കുസൃതി മിന്നി. അപ്പുവിനെ അടിമുടി തളർത്തി കളഞ്ഞതുപോലെ. അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം വെട്ടിച്ചു. പൊന്നു ജ്വാലയെ നോക്കി. എല്ലാം കേട്ട ആകെ കിളിപോയതുപോലെ നിൽക്കുന്നുണ്ട് പെണ്ണ്. ഈ പൊന്നു അവളെ നോക്കി ഇളിച്ചു കൊടുത്തു. എന്താ ജ്വാല? പൊന്നു ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന് ചുമല് കൂച്ചി. നിനക്ക് ശരിക്കും അരവേട്ടന് ഇഷ്ടാണോ? ജ്വാല കണ്ണു വിടർത്തി സന്തോഷത്തോടെ ചോദിച്ചു. അപ്പു ചെവി വട്ടം പിടിച്ചു. വീണ്ടും പൊന്നുവിന്റെ വായിന്ന് അത് കേൾക്കാനായി. അത് പൊന്നുവിന് മനസ്സിലാവുകയും ചെയ്തു. ഏയ് ഞാൻ വെറുതെ പറഞ്ഞതാ, അല്ലെങ്കിൽ ആർക്ക് വേണേ മരപ്പട്ടിയെ? പൊന്നു അപ്പൂനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. മോഹൻ പൊട്ടിച്ചിരിച്ചുപോയി. അതാ മോളെ, ഞാൻ ഓർത്തു മോൾക്ക് വല്ല വട്ടുണ്ടോന്ന്, അത് ഇവനെയൊക്കെ ഇഷ്ടാണെന്ന്. അതും പറഞ്ഞ് മോഹൻ വീണ്ടും ചിരി തുടങ്ങി. അത് കണ്ടപ്പോ ജ്വാലയ്ക്കും മീനുവിനും കൂടി ചിരി വന്നു പോയി. പക്ഷെ അപ്പൂന് ദേഷ്യമാണ് വന്നത്. അതെന്താ തന്തേ, എന്നെ സ്നേഹിച്ച കൊള്ളൂലേ? അവൻ മോഹനെ ചിറഞ്ഞു നോക്കി. തന്ത നിന്റെ അച്ഛൻ. മോഹൻ അവൻ പറഞ്ഞതിന് പെട്ടെന്ന് മറുപടി കൊടുത്തു. ആ അങ്ങേരെ തന്നെ വിളിച്ചേ. അപ്പു കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പട്ടി. മോഹന്റെ ചുണ്ടു കൂർത്തു. എന്തു പറ്റിയച്ചാ? അപ്പു നിഷ്കളങ്കത വാരി വിതറി. ഒന്നുമില്ല മോളെ പൊന്നു, എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ. മോളിവരെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനെ തന്നെ കെട്ടിക്കോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് രണ്ടെണ്ണം കൊടുക്കണം. ഇവന് അച്ഛനെ ബഹുമാനം പോരെ മോളെ. അയാൾ പൊന്നുവിനോട് പറഞ്ഞു. പൊന്നുവാണെങ്കിൽ എപ്പോ കൊടുത്തെന്ന് ചോദിച്ചാൽ പോരെയെന്ന പോലെ അയാളെ നോക്കി ചിരിച്ചു. അപ്പുവിന്റെ പല്ലുമുറുകുന്ന ശബ്ദം അവിടെ ആകെ കേൾക്കാം. അച്ഛേ പൊന്നു മതി, നിർത്തിക്ക രണ്ടാളും. അവസാനം ജ്വാല തന്നെ ഇടപെട്ടു. ഓ നമ്മളൊന്നില്ലായേ. മോഹൻ വേഗം നല്ല കുട്ടിയായി സോഫയിൽ പോയിരുന്നു. ജ്വാല പൊന്നുവിനെ ചൂഴ്ന്നു നോക്കി. ഈ ഞാൻ വെറുതെ പറഞ്ഞതാടി, എനിക്ക് മരപ്പട്ടി ഇഷ്ടല്ല, സത്യം. ജ്വാലയുടെ നോട്ടം കണ്ട് പൊന്നു ഇടിയോടെ പറഞ്ഞു. മരപ്പട്ടി നിന്റെ അച്ഛൻ കേശവൻ. അപ്പു അവൾക്ക് നേരെ ചീറി. ഇങ്ങേരെ ഞാനിന്ന്. പൊന്നു അവനെ തല്ലാനായി അവന് നേരെ വന്നു. അപ്പു പുറകിലേക്കൊന്ന് ആഞ്ഞുപോയി. ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാം? പെട്ടെന്ന് മീനുവിന്റെ അലർച്ചയോടെയുള്ള ശബ്ദം അവിടെ ഉയർന്നു. എല്ലാവരും അവളെ ഉറ്റുനോക്കി. ദേ മനുഷ്യനിവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവരുടെ ഒരു വഴക്ക്. ഒന്ന് മിണ്ടാതെ നിൽക്കുമെല്ലാം. മീനു മുഖം വീർപ്പിച്ചു. അപ്പു പൊന്നുവിനെ കണ്ണുരുട്ടി പേടിപ്പിച്ച് മീനുവിനെ ചേർത്ത് പിടിച്ചു. എന്തെന്റെ മീനു, നിനക്കിത്ര ഭ്രാന്ത് പിടിക്കാൻ കാരണം? അപ്പു അവളോട് ചിരിയോടെ ചോദിച്ചു. മോഹന്റെയും ജ്വാലയുടെയും ചുണ്ടിലും ഒരു ചിരിയുണ്ട്. അത് അപ്പുവേട്ടന് അറിഞ്ഞൂടെ? വ്യാസേട്ടൻ വന്നില്ല, ഇനി എന്നെ കാണാൻ വരില്ല ആവോ? അവള് വിഷമത്തോടെ ചോദിച്ചു. അവനങ്ങനെ വരാതിരിക്കുവോ മീനൂട്ടി? ആ സമയം തന്നെ സ്റ്റെയർ ഇറങ്ങി വന്ന അഗ്നി മീനുവിനോട് ചോദിച്ചു. അത് കേൾക്കവേ പെണ്ണിന്റെ മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ജ്വാല അഗ്നിയെ നോക്കി ചിരിച്ചു. അവൻ അവളെ നോക്കി മുഖം വീർപ്പിച്ച് അവളിൽ നിന്ന് മുഖം തിരിച്ചു. ജ്വാലയ്ക്ക് ചിരി വന്നു പോയി. അവള് പെട്ടെന്ന് തലതാഴ്ത്തി പിടിച്ചു. വരുമായിരിക്കും അല്ലേ അഗ്നിയേട്ടാ? മീനു പ്രതീക്ഷയോടെ ചോദിച്ചു. ആ നിമിഷം തന്നെ മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അഗ്നി ഇപ്പൊ എങ്ങനെയുണ്ടെന്ന പോലെ അവളെ നോക്കി പുരുകമുയർത്തി. മീനു ചിരിയോടെ തലയൊന്നാട്ടി. അഗ്നി ജ്വാലയൊന്ന് നോക്കി പുറത്തേക്ക് നടക്കാനൊരുങ്ങി. അവള് പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി അവളെ നിന്ന് കൈ വേർപെടുത്തി. ദേവേട്ടാ, ജ്വാല വിളിച്ചു. ഞാൻ ചോദിച്ചതാ, അപ്പമിണ്ട. പരിഭവത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. ജ്വാല ചിരിയോടെ അവനെ നോക്കി നിന്നു. തുടരും.